കാണിക്കാൻ വേണ്ടിട്ട് എന്റെ എലി ശല്യം കാണണം ഒരു തരത്തിലും മേലെന്ന്. കുറെ നാളല്ലേ ചുടിയൊക്കെ തുടങ്ങിയിട്ട് ഓർത്ത്. എന്നാ കാര്യം ഇതിനകത്ത് നിറച്ച് പാറ്റാന്ന് മുഴുവൻ പാറ്റ ഇതിനകത്ത്. പിന്നെ വേറെ കാര്യം, ഇന്ന് വരാൻ പോകുന്ന മ്യൂസിക് ഡയറക്ടർ ആരാന്നറിയോ? ഇല്ല, അറിയില്ല. എടാ, ഇന്ത്യയിലെ തന്നെ വലിയൊരു മ്യൂസിക് ഡയറക്ടറാണ് വരുന്നത്. 5-6 സ്റ്റുഡിയോ കിട്ടിയ വർക്കായിരുന്നു. ഞാൻ നൈസായിട്ട് ഇങ്ങോട്ട് പിടിച്ച് മാറ്റിയതാ. മിടുക്കൻ. കണ്ടും കേട്ടുമൊക്കെ നിന്നാ പുള്ളിനെ കൂട്ടി രക്ഷപ്പെട്ട് സിനിമയിൽ പോകാം. ഒന്ന് കയറ്റി വെച്ചേക്കണം എന്നെ കുറിച്ച്. നീ ഈ സാധനമൊക്കെ ഒന്ന് കറക്റ്റ് ആട്ടി വെക്കും. മറ്റവന്മാരൊക്കെ എന്തി അപ്പൊ ഇവിടെ വന്നിട്ടുണ്ട്. അമ്മമാരൊക്കെ ഒന്ന് കറക്റ്റ് പുള്ളി ഇപ്പം ഇങ്ങോട്ട് വരും. ചെയ്ത് വെക്കാം കേട്ടോ. ഹലോ. ഇല്ല ഞാൻ ഇപ്പൊ സ്റ്റുഡിയോയിലോട്ട് എത്തിയിട്ടുണ്ട്. ഓക്കെ ഞാൻ വിളിച്ചോളാം. ഭയങ്കര ബിസി ആയി പോയില്ലേ, എന്ത് വേണ ഒരു സ്റ്റുഡിയോ മറ്റൊരു സ്റ്റുഡിയോയിലേക്ക്. ഓക്കെ ഞാൻ വിളിക്കാം. ഓക്കെ മോനെ. വലിയൊരു ഭാഗ്യം കേട്ടോ, നേരിൽ കാണാൻ പറ്റിയല്ലോ എനിക്ക്. എങ്ങനെയുണ്ട് സാറേ ഇതിന്റെ ചെറിയ സെറ്റപ്പ് ആണ് സ്റ്റുഡിയോ? എങ്ങനെയുണ്ട്? ഓക്കെ അഡ്ജസ്റ്റ് ചെയ്യാം, അത്രേ ഉള്ളൂ. സാധനം വെച്ചിട്ടുണ്ടല്ലേ? വേണാടല്ലേ സാർ, അങ്ങനെ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുന്ന സ്ഥലത്ത് ചില സമയങ്ങളിൽ ഇങ്ങനെ ട്രെയിൻ പാസ് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയൊരു ആരോചക. അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഈ സംഗീതവും ട്രെയിനുമായിട്ടൊക്കെ ഭയങ്കര ബന്ധമുള്ളതല്ലേ? സംഗീതം ട്രെയിനുമായിട്ട് എങ്ങനെ സാർ? 2 ട്രാക്കിലൂടെയല്ലേ പോകുന്നത്? ഓ, സംഗീത ട്രാക്കിൽ കൂടെ പോകുന്നു, ട്രെയിൻ ട്രാക്കിൽ കൂടെ പോകുന്നു. ഓക്കെ വെരി ഗുഡ്. ഈ പാടുന്ന ആ കുട്ടി എത്തിയായിരുന്നു സാറേ? ഇത് എന്നാന്നറിയോ, സാർ ഇത്ര പെട്ടെന്ന് നിങ്ങൾ കയറി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. കുട്ടി ഇപ്പൊ വരുമെന്ന് പറഞ്ഞു. ഒരു 10 മണി ആകുന്നേരത്ത് കുട്ടി വരും. ഒരു കലാകാരന് വേണ്ടത്, ഒരു കലാകാരിക്ക് വേണ്ടത് പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. ഒരു കലാകാരിക്ക് വേണ്ട 3 കാര്യങ്ങൾ എന്താണെന്നറിയാമോ? എന്താണ്? 1 പങ്ക്ച്വാലിറ്റി, 2 പങ്ക്ച്വാലിറ്റി, 3 പങ്ക്ച്വാലിറ്റി. കൃത്യനിഷ്ഠ ഉണ്ടാവണം. സാറ് മിനിഞ്ഞാന്ന് വരാന്ന് പറഞ്ഞിട്ട് ഇന്നാണല്ലോ ഇങ്ങോട്ട് കയറി വന്നത്. കൃത്യനിഷ്ഠ വേണമെന്ന് പറഞ്ഞിട്ട്. മോനെ അടുത്ത് വായിക്ക്. സമയമായില്ല പോലും, സമയമായില്ല പോലും, ക്ഷമ എന്റെ ഹൃദയത്തിൽ ഒഴിഞ്ഞു തോഴി. സമയമായില്ല പോലും, സമയമായില്ല പോലും, ക്ഷമ എന്റെ ഹൃദയത്തിൽ ഒഴിഞ്ഞു തോഴി. അടി സൂപ്പർ. നിന്നെ സൂപ്പിക്കാനല്ലേ വന്നത്? അയ്യോ അല്ല, നീ ആ ഓട്ടോറിക്ഷക്കാരൊക്കെ വിളിക്കേ. ഓട്ടോറിക്ഷക്കാരുമായിട്ട് താറോടെ പോ. ഈ കിടന്നപ്പൊക്കെ വായിക്കണ്ടേ? ഓർക്കസ്ട്രക്കാര്. സമയമായില്ല പോലും, സമയമായില്ല. The song, the passion, the world is music. എന്നിറങ്ങി ജയിലിൽ നിന്ന് 3 ആഴ്ച. 3 ആഴ്ച. അല്ല നിങ്ങളെന്താ ഇവിടെ? ഞങ്ങളെ നീ പറഞ്ഞ കിടുന്നാപ്പില്ലേ, അത് വായിക്കാൻ വേണ്ടി വന്നാ. മികച്ച സംഗീത സംവിധാനമുള്ള 3 സ്റ്റേറ്റ് അവാർഡ് 3 ഭാഷകളിൽ നിന്ന് മേടിച്ച KR റെഡ്ഡി സാർ ഒരു പാട്ട് കമ്പോസ് ചെയ്യാനായിട്ട് ഇവിടെ വരുന്നുണ്ട്. അതിന്റെ ഓർക്കസ്ട്ര വായിക്കാൻ ഞങ്ങളെല്ലാം വിളിച്ചേക്കണം. എന്നും പറഞ്ഞാ വന്നേക്കുന്നേ. ഇവിടെ നീ വീണ്ടും ഇവിടെ കൂടായ്മ തുടങ്ങിയാണോ? എന്നാ മനുഷ്യനാണ് നിങ്ങൾ ദയവ് എനിക്ക് എങ്ങനെയെങ്കിലും മലയാള സിനിമ തിരിച്ചു കയറണം. നേരത്തെ കയറണോ സിനിമയില്? ഇല്ല ചേട്ടാ, ഇത് തിരിഞ്ഞും മറിഞ്ഞു നോക്കി പക്ഷെ കയറാൻ പറ്റിയില്ല. നിങ്ങൾ ദയവ് സഹകരിക്കൂ, എന്നെ സപ്പോർട്ട് ചെയ്യൂ. വൈകുന്നേരം ഒരു കുപ്പി എടുത്ത് തരാം. കുട്ടി വന്നിട്ടുണ്ടേ. എങ്കിൽ പൊട്ടിക്ക്. കുപ്പി അല്ലല്ലോ, കുട്ടി വന്നിട്ടുണ്ട്. പാടാനുള്ള കുട്ടി വന്നിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ടെന്ന്. ബഹുമാനം പ്ലീസ്. ഇല്ലാത്ത സാധനം എങ്ങനെ കൊടുക്കാനാ? കുപ്പി എടുക്കുക. നിങ്ങൾ തുടങ്ങി ഓരോരുത്തടുത്ത് ഊതിക്കോ. പാടാനുള്ള കുട്ടി റെഡി ആയിട്ടുണ്ട്. പാടാനുള്ള കുട്ടി കുട്ടി പാടാനുള്ള. നമസ്കാരം. എപ്പോഴാ വരാൻ പറഞ്ഞേ? ഒരു 5 മിനിറ്റ് വൈകിപ്പോയി. എത്ര? 5 മിനിറ്റ്. ഒരു കലാകാരിക്ക് വേണ്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. 1 പഞ്ച്വാലിറ്റി, 2 പഞ്ച്വാലിറ്റി, 3 പഞ്ച്വാലിറ്റി. ഇതില്ലല്ലോ. നാളെ കിടക്കാം. നീ കളിച്ചു പാടി. പിന്നെ
അതെ. അതെ, അതല്ലെന്ന് പാട്ട് പാടാൻ ആകെ കൂടെ വിളിച്ചേക്ക് നീ പെങ്കോച്ചിനെ ഇവരെ പറഞ്ഞു വിട്ടില്ല പിന്നെ ഇത് ആരാ പാടുന്നത്? എടാ ഞാൻ ഒരു ജാടയ്ക്ക് പറഞ്ഞില്ലടാ. എന്നോടായി പറഞ്ഞു പറഞ്ഞു വിടാൻ തിരിച്ചു വിളിക്ക്. അതെ അതെ അയ്യോ എന്റെ പൊന്നെ അത് സാറിന്റെ അന്നേരത്തെ ദേഷ്യം നിങ്ങൾ നേരത്തെ വരണ്ടേ അതൊക്കെ എവിടെ പോയി കിടക്കുവാണോ ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഏറ്റവും വലിയൊരു ഭാഗ്യമായത് ഈ പുള്ളിയുടെ സിനിമയിൽ കാണുക എന്നൊക്കെ പറഞ്ഞാൽ അതിൽ പരം ഭാഗ്യം വല്ലതും വേണോ സാറേ 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 അവർ വന്നിട്ടുണ്ടേ അതാണ് നമുക്കൊന്ന് നോക്കുവാണെങ്കിലേ ഓക്കെ 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 എന്താണ് ചേട്ടാ ഈ സാറിന്റെ പാട്ട് പാടിയാലേ രക്ഷപ്പെടും കേട്ടാ. രക്ഷപ്പെടണമെങ്കിൽ ഇപ്പൊ രക്ഷപ്പെട്ടോണം, പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. നമസ്കാരം. സോറി സാർ, ഇനി ഞാൻ കൃത്യസമയത്ത് വരാം. കാലിൽ കാലിൽ വണങ്ങ എന്റെ പൊന്നു വെച്ചാ അവര് പറഞ്ഞത് ഇങ്ങനെ എന്റെ കാലത്ത് മനസ്സിലാക്കാൻ മോനെ കൊടുത്തു. എന്താ ചേട്ടാ? അതെ, ഞാൻ എന്റെ ഹൃദയത്തിൽ നിന്ന് അടർത്തിയെടുത്ത് എഴുതിയ കുറച്ച് വാക്കുകളാണ് കുട്ടിക്ക് തരാൻ വേണ്ടി. ഒന്ന് വായിക്കണം. നീ വന്നേ, നില്ല നോക്കട്ടെ. പ്രണയലീലകൾ ആടാം നിന്നതരത്തിൽ ചുംബനമേഘം. എന്റെ ഭാര്യ വന്ന് കേറുമ്പോ അവളെ വളക്കാൻ നോക്കി പ്രേമലേഖനം. ഇത് പുള്ളി ഇതിന്റെ എഴുത്തുകാരനാണ്, പുള്ളി എഴുതിയ പാട്ടാണിത്. ഇത് കൊടുത്താണിത്, പ്രണയഗാനമാണിത്. അത് ഗാനം അല്ലാതെ പുള്ളിക്കാരി പ്രണയലേഖനം കൊടുത്തല്ലേ പാടാനുള്ള വരിയാഹേ. കുട്ടി ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, കുട്ടി മിണ്ടാണ്ടിരിക്കും. എന്താ എന്താ കുട്ടിയുടെ പേരെന്താണ്? എന്റെ പേര് ശ്രേയ ഘോഷയാത്ര. ഘോഷയാത്ര. അതായത് എന്റെ ഭാര്യ എവിടെ പാടാൻ പോയാലും അവിടുത്തെ ചെറുപ്പക്കാർ മൊത്തം ഇവിടെ പുറകെ ഘോഷയാത്രയായിട്ട് വരും. അതാണ് ഘോഷയാത്ര എന്ന് പേര്. ഒന്ന് ചേർന്ന് നിന്ന് കൊള്ളാം, അടിപൊളി. അപ്പൊ ഈ ഘോഷയാത്ര കൊണ്ടു നടക്കുന്ന ഫ്ലോട്ടാണോ ഇത്? ചേർത്തുണ്ട് രണ്ടും കൂടെ നിന്നപ്പോ ഒരിക്കലും അടിക്കുന്നില്ല. കുട്ടി ഞാനോട് മാറി. ഹലോ ഹലോ, അതെ അതെ, റെഡിയാ റെഡിയാ. ஒரு வாட்டி சொன்ன தப்பு பண்ணாத, தப்பு செய்யக்கூடாது. 10 lakhs மட்டும். அதுக்கப்புறம் ஒண்ணுமே பேச்சே இல்ல, பார்கனிங் இல்ல. கொடுத்தனப்பு அந்த மாதிரி சொல்லணும் உங்ககிட்ட. ஓகே, புரிஞ்சுதா? வைக்கல പിന്നെ ഒരു 30 രൂപ റീചാർജ് ചെയ്യണടാ. ഓക്കെ ഓക്കെ. കുട്ടി, ഈ ശ്രേയ ഘോഷലിനെ കൊണ്ട് 80 പാട്ടുകൾ ഞാൻ പാടിച്ചിട്ടുണ്ട്. എങ്ങനെ? എത്ര പാട്ടെന്ന് പറഞ്ഞു? 4 ബ്രാൻഡുകളായിട്ട്. 80 അല്ല, 85 പാട്ട് നമുക്ക് എടുക്കുമല്ലേ ഇപ്പൊ? ഫസ്റ്റ് പാട്ട് എടുക്കാം. അല്ല, പക്ഷേ ഞാൻ ഈ പാട്ടിനോടൊപ്പം ഇപ്പൊ നമ്മൾ ഈ പാടാൻ പഠിക്കാൻ പോകുന്ന പാട്ടിന് മുമ്പ് ഞാൻ വേറെ സാധനം കമ്പോസ് വെച്ചിട്ടുണ്ട്. ഇരമൻതമ്പുരാന്റെ വരികൾ ഞാനൊന്ന് കമ്പോസ് വെച്ചിട്ടുണ്ട്. അതിനകത്ത് റേപ്പ് ഉണ്ടാവും. അല്ലല്ല, അത് വന്ന് കയറിയപ്പോഴേ എനിക്ക് തോന്നി ഇവന്മാരൊക്കെ പശ കാണുന്നു. നീ വാ, നമുക്ക് അതല്ല പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ? നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? റേപ്പല്ലേ? അതെ, ഈ പുള്ളി ഉദ്ദേശിച്ച റേപ്പെന്നല്ല, അതായത് ഈ പാട്ട് പാടാൻ നേരത്തെ അതിന്റെ കൂട്ടത്തിൽ ഇംഗ്ലീഷ് ഒക്കെ മിക്സ് ചെയ്ത് വരുന്നത്. ആരോട് പറയാനോ? അട്ടംപിടി മാത്രം വലിക്കുന്ന പുള്ളിയോട് വെസ്റ്റേൺ എന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം? ഇത് വേറൊരു സാധനമാണ്, അത് കേട്ടാ മതി. ഓക്കെ അല്ലേ? അവസാനം ഓക്കെ അല്ലേ? ഓക്കെ, എല്ലാം സെറ്റ് ചെയ്തോളൂ. താരാട്ട് പാട്ടല്ലേ ഇപ്പൊ കിട്ടുന്നത്? താരാട്ട്. ഓക്കെ. ആശം പിടിക്കാൻ വേണ്ടിട്ട് ഒരു മിനിറ്റ്. ഓമന തിങ്കക്കിടാവോ? അത് വായിച്ചതല്ലോ സാറേ, ക്ഷമിക്കണം സാർ. ആ ട്രെയിൻ പോയതുകൊണ്ട് നമുക്ക് ഒന്നുകൂടെ നോക്കാം. കുർലല്ലേ പോയത്? 1.5 കിലോ കുർലയാ പോയത് സാറേ, ക്ഷമിക്കണം. ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ? ശരി. ഒന്നുകൂടെ ഞാൻ ട്യൂൺ ചെയ്തു. ഒമാന തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂ പാടു. കോമള താമര പൂ ഒമാന തിങ്കൾ കിടാവോ നല്ല
കോമള താമര പൂ നിങ്ങൾ ഓടുന്നെന്തിനാ? കോക്കാച്ച ഞങ്ങൾക്ക് പേടിയാണ്. പോണം അവിടുന്ന്. സാർ ഇവിടെ കിടന്ന് എല്ലാ കിടന്ന് കാണിക്കുന്നത്. ഒറ്റപ്പാടം മക്കൾ വെച്ചാൽ എങ്ങനെ ഇവിടെ നിൽക്കും? ശ്രദ്ധിക്കില്ലേ സാർ? ഞാൻ ഈ പറയുന്ന കാര്യം വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. പല ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഒരു കലാകാരനെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. കലാകാരിക്ക് വേണ്ടുന്ന 3 കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് ശ്രദ്ധിക്കുക, ശ്രദ്ധിക്കുക, ശ്രദ്ധിക്കുക. ഓക്കെ, ഞാൻ ഈ പാഠത്തിൽ പിടിച്ചോളൂ. ഓമാ പിടിച്ചോ. ഈ കൈ പിടിച്ചുള്ള കളിയൊന്നും വേണ്ട. ഞാൻ പിടിച്ചില്ല. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല. സാറേ, സാറിന് എനിക്ക് വിശ്വാസാ. നീ നിന്റെ സാറിന്റെ കൈ കയറി പിടിച്ചു. അല്ല, പിടിക്കാൻ പറഞ്ഞു. ഓ, സാറ് സംഗീതത്തെ പിടിക്കാൻ എങ്ങാനും ആയിരിക്കും പറഞ്ഞത്. നിങ്ങൾ ഇങ്ങനെ ശല്യപ്പെടുത്തരുത് പ്ലീസ്. കലാസൃഷ്ടി. ക്ഷമിക്കണം സാർ. ഓ, എങ്ങനെയെങ്കിലും ഒരു വർക്ക് പിടിച്ച് സ്റ്റുഡിയോ ഒന്ന് കേട്ടിക്കൊണ്ട് വരാന്ന് വെക്കുമ്പോ അന്നേരം വരെ നശിച്ച ട്രെയിൻ. ആഴ്ചയിലെ ചവുക്കലേ പൊട്ടിക്കും. ഈ ട്രെയിനെ കുറിച്ച് പറയാനാ? ഈ ട്രെയിൻ കൊണ്ട് ജീവിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. പിന്നെ ട്രെയിനുമായിട്ട് എങ്ങനെയാണോ ആയിരക്കണക്കിന് ജീവിക്കുന്നത്? അതിനകത്ത് പാടി ജീവിക്കുന്നവരില്ലേ? എടാ, കുർള പോയി, വേണാട് പോയി, പരശുരാം പോയി, ഇനി കണ്ണൂരിലെ ഉള്ളു. അതിനകത്ത് കയറി എനിക്ക് പാടണം. എന്റെ കുടുംബം നോക്കണ്ട എനിക്ക്. ഇത് എന്നാ കോലമാണ് അവന്റെ. നീയല്ലോ പറഞ്ഞ അവന് ദേശീയ അവാർഡ് കിട്ടിയിട്ടുണ്ടെന്ന്. ഞാൻ പറഞ്ഞതാ, ഈ ട്രെയിൻ പല ദേശം വഴിയാണ് പോകുന്നത്. അതെ, അതാ അവന്റെ ദേശീയത. അപ്പൊ ഇവന് അവാർഡ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞോ? ട്രെയിനെ പാടുമല്ലോ, അപ്പൊ കാശ് കിട്ടുമല്ലോ. അതാണ് അവന് വലിയ അവാർഡ്. വൽദേശി, വൽദേശി, ജാനകി, ജാനകി.